ഓം 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 ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു രുദ്ര മഹേശ്വര സദാശിവ ദുർഗാ ലക്ഷ്മീ സരസ്വതി സാവിത്രി രാധാദേവീ നമഃ. ഓം പ്രസീദ വിശ്വേശ്വരി വിശ്വപ്രസീദേ പ്രസീദ വിശ്വേശ്വരി വേദരൂപിണി പ്രസീദ മായാമി മന്ത്രവിഗ്രഹേ പ്രസീദ സർവേശ്വര സർവരൂപിണി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആനോ ഭദ്രാഹ കൃതവോ ഇന്ദു വിശ്വദഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. ഓം ശ്രീ സദ്ഗുരു പരമാത്മനേ നമഃ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദിപരാശക്തി ആദിശങ്കര ഭഗവത്പാദരായ നമ്മുടെ ഭഗവത്പാദരുടെയും അനുഗ്രഹം കൊണ്ട് നാം ഇപ്പോൾ സൗന്ദര്യലഹരി എന്ന മഹാസ്തോത്രത്തിൻ്റെ അർത്ഥമഹാത്മകളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇന്ന് ശ്ലോകം 34. ഈ ശ്ലോകത്തിന് പറഞ്ഞിരിക്കുന്ന മന്ത്രം ഓം ശ്രീ ഭഗവത്यै നമഃ. ഓം ശ്രീ ഭഗവത്यै നമഃ. ഈ ശ്ലോകം ജപിച്ച് സിദ്ധി ലഭിക്കുന്ന പക്ഷം അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സംശയം നീങ്ങിക്കിട്ടുക, സംശയ നിവൃത്തി, അതിനു വേണ്ടിയാണ് ഈ സ്തോത്രം ജപിക്കുന്നത്. സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജനനം മുതൽക്ക് തന്നെ മനുഷ്യന് സംശയമുണ്ട്. കാരണം സംശയം മനുഷ്യൻ്റെ ജീവിതത്തോടു കൂടി തന്നെ വരുന്ന ഒരു മായാബന്ധമാകുന്നു. അതുകൊണ്ട് സംശയ നിവൃത്തി അത്യധികം ആവശ്യമാണ്. എല്ലാറ്റിലും സംശയം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലും സംശയം. പൂർവ്വജന്മങ്ങളുണ്ടോ, വരാൻ പോകുന്ന ജന്മങ്ങളുണ്ടോ, അതിലും സംശയം. ആത്മാവാണോ ശരീരം, ശരീരമാണോ ആത്മാവ്, സംശയം. ഇങ്ങനെ എല്ലാ സംശയങ്ങളിലും വെച്ച് ഏറ്റവും വലിയ സംശയമാണ് ശരീരമാണോ ആത്മാവ്, ആത്മാവാണോ ശരീരം എന്നുള്ള ഒരു വലിയ സംശയമാണ്. ഈ സംശയങ്ങളെല്ലാം പോയാൽ മാത്രമേ നമുക്ക് അജ്ഞാനം എന്നുള്ള അന്ധകാരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് ജ്ഞാന ഉപാസന വളരെ അത്യാവശ്യമാണ്. ജ്ഞാനത്തെ കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. സങ്കല്പം ചെയ്യുമ്പോൾ സകലവിധ സന്ദേഹ നിവൃത്യർത്ഥം 34 ശ്ലോകം ജപേത് എന്നാണ് സങ്കല്പം പറയേണ്ടത്. ഈ ശ്ലോകത്തിൻ്റെ മഹാത്മ്യം എന്താണ് നോക്കുകയാണെങ്കിൽ പരാശക്തിയുടെയും സദാശിവന്റെയും സമത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ശരി പാതിയാണ്. സമത്വം. ശക്തിയില്ലെങ്കിൽ ശിവനില്ല, ശിവനില്ലെങ്കിൽ ശക്തിയില്ല. ശക്തിയും ശിവനും ഒന്ന് തന്നെയാണ്, ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ് എന്നുള്ള പരമസത്യത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. കൗളമാർഗ തത്പരസേവിതായേ നമഃ എന്ന ലളിതാ സഹസ്രനാമത്തിലുണ്ട്. കൗളമാർഗത്തിൽ ചെയ്യപ്പെടുന്ന പൂജയിൽ അല്ലെങ്കിൽ ധ്യാനയോഗത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ശിവം തന്നെയാണ് ശക്തി, ശക്തി തന്നെയാണ് ശിവം എന്നുള്ള പരമജ്ഞാനം ലഭിക്കുകയും ഈ കൗളമാർഗ ആരാധനയിലുള്ള ദൈവം ആരാണ്, അല്ലെങ്കിൽ നാം പൂജിച്ചു വരുന്ന ഈ ദൈവിക ശക്തി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ജപിക്കേണ്ടതായ രീതി: രാവിലെ കിഴക്കമുഖമായി ഇരുന്ന് 45 ദിവസം ദിവസവും 1000 പ്രാവശ്യം വീതം ഈ ശ്ലോകത്തെ ജപം ചെയ്ത് സിദ്ധി വരുത്തേണ്ടതാണ്. അങ്ങനെ സിദ്ധി ലഭിക്കുകയാണെങ്കിൽ എല്ലാവിധമായ സംശയങ്ങളും നിവൃത്തിയാകും. അതുകൂടാതെ ജലോദരം, പലവിധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഭേദമായി കിട്ടും. നിവേദ്യം: നെയ്യിൽ ചാലിച്ച കുരുമുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ തേൻ, ഇവയാണ് ദേവിക്ക് പ്രധാനമായി നിവേദിക്കേണ്ടത്. ചക്രം: ഈ സ്തോത്രത്തിന് പറഞ്ഞിരിക്കുന്ന ചക്രം ത്രികോണ ചക്രം. അതിനകത്ത് ഹ്രീം എന്നുള്ള ബീജാക്ഷര മന്ത്രത്തെ എഴുതുക. ശ്ലോകം: ശരീരം ത്വം ശംഭോഃ ശശി മിഹിര വക്ഷോരുഹയുഗം തവാത്മാനം മന്യേ
ഭഗവതി നവാത്മാനം അനഘം അതഃ ശേഷ ശേഷി ഇതി അയം ഉഭയ സാധാരണതയാ സ്ഥിതാഃ സംബന്ധഃ വാം സമരസ പരാനന്ദപരയോഃ. സാധന കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദൈവികമായ സൂക്ഷ്മ ശക്തിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ ഭഗവത്പാദർ എടുത്തു പറയുന്നത്. ശരീരം ത്വം ശംഭോഃ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി തവാത്മാനമനഘം അധഃ ശേഷഃ ശേഷീത്യയമുഭയ സാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസ പരാനന്ദപരയോഃ. ശരീരം ത്വം, നിന്റെ ശരീരം, പരാശക്തിയായ നിന്റെ ശരീരം, സോഹോ ആനന്ദഭൈരവൻ എന്ന് പറയപ്പെടുന്ന പരമശിവന്റെ ശരീരമായി തന്നെ കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പരമശിവന്റെ ശരീരത്തെ ഈ ഭക്തൻ, യോഗി സാധനാകാലങ്ങളിൽ പരാശക്തിയായി തന്നെ അവന് കാണാൻ സാധിക്കുന്നു. ശശി മിഹിര വക്ഷോരുഹയുഗം, സൂര്യചന്ദ്രന്മാർ സ്ഥലങ്ങളായിരിക്കുന്ന ശരീരത്തോടു കൂടിയ മഹാഭൈരവൻ. സൂര്യചന്ദ്രന്മാരെ പല സ്ഥലങ്ങളിലും പലതായി വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്ഥലങ്ങളായും നേത്രങ്ങളായും വ്യാഖ്യാനിക്കാറുണ്ട്. അതുപോലെ തന്നെ കർണങ്ങളായും. രണ്ട് അവയവങ്ങൾ എന്തെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടോ അതിനെയെല്ലാം വലതുഭാഗത്തുള്ളതിനെയെല്ലാം സൂര്യനായും ഇടതുഭാഗത്തുള്ളതിനെയെല്ലാം ചന്ദ്രനായും മഹാത്മാക്കൾ കണ്ടറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രസൂര്യന്മാരാകുന്ന സ്ഥലങ്ങളോടുകൂടിയ ആനന്ദഭൈരവന്റെ ശരീരം പരാശക്തിയുടെ ശരീരമായി തന്നെ കാണാൻ സാധിക്കുന്നു. തവാത്മാനം, പരാശക്തിയായ നിന്റെ രൂപത്തെ മന്യേ, ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഭഗവതി എന്ന് വിളിക്കുന്നു അദ്ദേഹം. അല്ലയോ ആനന്ദഭൈരവിയായ ദേവി, ഷഡൈശ്വര്യങ്ങളോടുകൂടിയ ദൈവിക ശക്തിയെ ഭഗവതി എന്ന് വിളിക്കപ്പെടുന്നു. ഐശ്വര്യം, വീര്യം, കീർത്തി, ശ്രീജ്ഞാനം, വൈരാഗ്യം, ഇതാണ് 6 ഷഡൈശ്വര്യങ്ങൾ. ഈ 6 ഐശ്വര്യങ്ങളോടും കൂടിയ ഒരു മഹാശക്തിയെയാണ് ഭഗവതി എന്ന് വിളിക്കാറുള്ളത്. പ്രത്യേകിച്ച് ഭഗവതി എന്നുള്ള നാമം കേരളത്തിലെ ആധ്യാത്മിക തലത്തിലാണ് അധികമായി അറിയപ്പെടുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ദുർഗ എന്നും പാർവതി എന്നും പല നാമങ്ങളിൽ പരാശക്തിയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇവിടെ ഭഗവതി, അല്ലയോ ആനന്ദഭൈരവിയായ ദേവി, നവാത്മാനം അനഘം അതഃ, നവവ്യൂഹാത്മകമായ ഈ നവവ്യൂഹം എന്ന് പറയപ്പെടുന്നത് നവശക്തികൾ, നവദ്വാരങ്ങൾ, നവമണികൾ, നവഗ്രഹങ്ങൾ, നവശക്തികൾ എന്നെല്ലാം വ്യാഖ്യാനിക്കാം. ആ നവവ്യൂഹാത്മകമായ ദോഷരഹിതമാണ് നവവ്യൂഹങ്ങൾ. നിർദോഷമായതുകൊണ്ട് ഇവയെ നവവ്യൂഹം എന്ന് പറയപ്പെടുന്നു. ആ നവവ്യൂഹം ശ്രീചക്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 9 പ്രധാനപ്പെട്ട മധ്യഭാഗത്തിലുള്ള ത്രികോണ ചക്രങ്ങളാകുന്നു ഈ നവവ്യൂഹങ്ങളായി പറയപ്പെടുന്നത്. അതുകൂടാതെ മൊത്തം ശ്രീചക്രവും നവവ്യൂഹങ്ങളായി തന്നെ കരുതപ്പെടണം. 43 ത്രികോണങ്ങൾ അടങ്ങിയ ഈ ശ്രീചക്രത്തെ. ശേഷ ശേഷി ഇതി അയം, ശേഷം ശേഷി എന്നുള്ള ഈ 2 പേർക്കും ഉഭയ സാധാരണതയാ സ്ഥിതഃ, 2 പേർക്കും സാധാരണത്വേന ഇരിക്കുന്നു. ശക്തിക്ക് ശിവനും ശിവന് ശക്തിയും. ലളിതാ സഹസ്രനാമത്തിൽ സംഹൃത ശേഷപാഷണ്ഡ സദാചാര പ്രവർത്തികായേ നമഃ എന്നുള്ള നാമമുണ്ട്. അതുപോലെ തന്നെ സാമരസ്യ പരായണായേ നമഃ എന്ന് പറയുന്നു. ശിവന്റെ ശക്തിയും ശക്തിക്ക് ശിവന് മാത്രമാണ് സാമരസ്യമായിട്ടുള്ളത്. വേറെ ആരെയും കൊണ്ടേയും അവരെ ഉപമിക്കാൻ സാധ്യമല്ല. എന്ത് ഉപമ നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതെല്ലാം അപ്രധാനങ്ങളാകുന്നു. വെറുതെ പഠിച്ച് മനസ്സിലാക്കാൻ ഒരു ഉപമ പറയാമെന്നല്ലാതെ സദാശിവനെയും പരാശക്തിയും ആരുടെ ശരീരത്തിലെ കൊണ്ടോ ആരുടെ ആകൃതിയോടോ നമുക്ക് ഉപമിക്കാൻ സാധ്യമല്ല. വേദങ്ങളെ കൊണ്ട് പോലും ഇവരുടെ മഹാശക്തിയെ വ്യാഖ്യാനിച്ചു തീർക്കാൻ സാധിക്കാതെ ന ഇതി ന ഇതി ന ഇതി എന്ന് പറയപ്പെടുന്നു. ഇതല്ല ഇനിയുമുണ്ട് എന്നുള്ള വേദവചനം. സംബന്ധ, ഇവർ 2 പേർക്കും ഉള്ളതായ സംബന്ധം, വാം, അതായത് നിങ്ങൾ 2 പേർക്കും ഉള്ള സംബന്ധം ഭഗവത്പാദർ പരാശക്തിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് 2 പേർക്കുമുള്ള സംബന്ധം എന്ന് പറയുന്നത് സമരസ പരാനന്ദപരയോഹോ, സാമരസത്തെ പ്രാപിച്ച ആനന്ദഭൈരവീ രൂപികളായിരിക്കുന്ന നിങ്ങൾ 2 പേരും ഞാൻ ധ്യാനിക്കുമ്പോൾ ശക്തിയിൽ ശിവനെയും ശിവനിൽ ശക്തിയെയും ഞാൻ കാണുന്നു.
ശിവൻ എന്നുള്ള തത്വം ഇല്ലാതായി തീരുന്നു. ശക്തിയിലൂടെയാണ് നാം ധ്യാനയോഗാദികൾ ചെയ്ത് ശിവനെ മനസ്സിലാക്കുന്നത്. ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ശിവനെ മനസ്സിലാക്കാൻ സാധ്യമാവുക. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ ശിവജ്ഞാനപ്രദായിന്യേ നമഃ എന്നുള്ള പുണ്യനാമങ്ങൾ. ശക്തിയാണ് ശിവനെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നത്. ശിവനെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല, ബ്രഹ്മാദികളെ കൊണ്ട് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പുരാണത്തിൽ ഒരു ശിവരാത്രിയിൽ പറയുന്ന ഒരു കഥയുണ്ട്. ബ്രഹ്മനും വിഷ്ണുദേവനും രണ്ടുപേരും ഒരുത്തർക്കൊരുത്തർ തമ്മിൽ വാഗ്വാദം ഉണ്ടായി. ആരാണ് വലുത്, ആരാണ് പരബ്രഹ്മം, ആരാണ് എല്ലാത്തിനും കാരണമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ദീപരൂപത്തിൽ, ഒരു ജ്വാലാമുഖി പോലെ ദീപരൂപത്തിൽ ശങ്കരനായ പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് അശരീരിയിലൂടെ പറയാണ്, എൻ്റെ പാദഭാഗങ്ങളെയും ശിരത്തിനെയും ആരാദ്യം കണ്ടുവരുന്നുവോ അവരാണ് പരമാത്മാവ് എന്ന് പറയുന്നു. അവർ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാതെ മടങ്ങി വന്ന് ഭഗവാനോട് ശരണാഗതി അടയുന്നു. അപ്പോൾ ബ്രഹ്മാദികളെ കൊണ്ടുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ ആനന്ദ ഭൈരവനെ ഒരു ധ്യാനയോഗത്തിലൂടെ ഉത്തമനായ സാധകൻ ധ്യാനിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്ന അഗ്നിമണ്ഡലത്തിൽ നിന്നും സൂര്യമണ്ഡലത്തിലേക്ക് സഞ്ചരിച്ച്, സൂര്യമണ്ഡലത്തിൽ നിന്നും ചന്ദ്രമണ്ഡലത്തിലേക്ക് സഞ്ചരിച്ച്, ചന്ദ്രമണ്ഡലത്തിൽ നിന്നും സഞ്ചരിച്ച് കഴിയുമ്പോൾ ചിച്ചന്ദ്രമണ്ഡലം എന്ന് പറയപ്പെടുന്ന സഹസ്രാരപത്മത്തിലേക്ക് എത്തിച്ചേരുന്നു. സഹസ്രാരപത്മത്തിൽ ചെന്ന് ചേരുന്നത് ശക്തിയുടെ വടിവമായ, ശക്തിയുടെ രൂപമായ പരാശക്തിയാകുന്നു. കുണ്ടലി ശക്തിയെ പരാശക്തി എന്ന് വിളിക്കപ്പെടുന്നല്ലോ. ആ ശക്തി ശിവനിൽ ലയമായി തീരുന്നു. അങ്ങനെ ശിവനെ കാണാൻ ആരെല്ലാം ഉദ്ദേശിക്കുന്നു അവർക്കെല്ലാം ശക്തിയാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് സർവം ശക്തിമയം ജഗത്, ശക്തി മാത്രമാണ് എല്ലാമായിരിക്കുന്നത്. ശിവൻ അത്രയും പ്രാധാന്യമുള്ള ഒരു ശക്തിയും, അല്ലെങ്കിൽ ശിവൻ അത്രത്തോളം സൂക്ഷ്മവുമാകുന്നു. പ്രകൃതിയാണ് പടർന്നിരിക്കുന്നത് വലുതായിട്ട്. ആർക്ക് വേണമെങ്കിലും തൊടാം, മണത്ത് നോക്കാം, ശ്രവിച്ചു നോക്കാം, നക്കി നോക്കാം, എന്ത് വേണം ചെയ്യാം പ്രകൃതിയെ. ശിവനെ ആർക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മാനസരൂപമായി ധ്യാനം ചെയ്ത് ആ ദൈവിക ശക്തിയുടെ ആനന്ദ സ്വരൂപത്തെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ശിവൻ. ആ ശിവനെ കുറച്ച് അല്പനേരത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുള്ളൂ. മഹാത്മാക്കൾ മാത്രമാണ് പല വർഷത്തോളം ധ്യാനം ചെയ്ത് ആ സുഖത്തെ അനുഭവിച്ചു തീർക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഒരു നിമിഷം, അരനിമിഷം പോലും ഈ ശിവാനുഭൂതി എന്ന് പറയുന്നതാണ്. ദൈവത്തെ ഞാൻ ഉണർന്നു എന്ന് പറയുന്നതാണ് ശിവാനുഭൂതി. ആ ശിവാനുഭൂതിയെ അനുഭവിക്കാൻ സ്വല്പ സമയം മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്ര വലിയ ശരീരമാണ് ശക്തി എന്ന് പറയപ്പെടുന്നത്. പ്രകൃതി എത്ര വലുതായിരിക്കുന്നു അതുപോലെയാണ് നമ്മളുടെ ശരീരം. നമ്മളുടെ ശരീരം പ്രകൃതിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനകത്തിരിക്കുന്ന ഒരു മനസ്സ് വളരെ സൂക്ഷ്മവും ചെറുതുമാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷെ ശക്തി അധികമാണ്. ആ മനസ്സിനെ ആർക്കൊണ്ടാ ജയിക്കാൻ സാധിക്കുന്നത്? ആർക്കും സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിനെ ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് സദാശിവനായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപത്തെ കാണാൻ സാധിക്കുകയോ അറിയാൻ സാധിക്കുകയോ ചെയ്യുന്നത്. ആ ഭാഗ്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ സാധനാ മാർഗത്തെയാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ വളരെ സ്പഷ്ടമായി വ്യാഖ്യാനിച്ച് പറയുന്നത്. ശിവനിൽ ശക്തിയെയും ശക്തിയിൽ ശിവനെയും കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ രഹസ്യ ഉപാസനയായിരിക്കുന്ന കൗളമാർഗത്തിലെ സത്യത്തെക്കുറിച്ച് ഭഗവത്പാദർ പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള ആനന്ദഭൈരവൻ, ആനന്ദഭൈരവി എന്ന് പറയപ്പെടുന്ന ആ ശരീരം ദിവ്യമാകുന്നു. അതുകൊണ്ട് പരാശക്തിയായ നിന്റെ രൂപം നവവ്യൂഹാത്മകവും നിർദോഷവുമായ ശംഭുവിൻ്റെ സ്വരൂപമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഭഗവത്പാദർ എപ്പോഴും ധ്യാനിച്ചിരിക്കാറുള്ള ഒരു സ്വഭാവക്കാരനാകുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ പൂജാമാർഗങ്ങളും ധ്യാനം മാത്രമാകുന്നു. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വേദം പറഞ്ഞു തരുന്നത് ധ്യാനിക്കാൻ മാത്രമേ വേദം പറഞ്ഞു തരുന്നുള്ളൂ. പിന്നീടാണ് ആ വേദത്തിലെ കുറച്ച് ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് കർമ്മകാന്ഡം എന്ന് അതിൽ ഉപാസനാകാന്ഡം എന്ന് എഴുതി ചേർത്തു. കർമ്മകാന്ഡവും ഉപാസനാകാന്ഡവും ആദ്യം മുതൽക്ക് തന്നെയുള്ള വേദത്തിലല്ല ഉള്ളത്. ആദ്യ വേദത്തിൽ ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ സനക സനന്ദന സനത്കുമാരാദികളായ ശിശു മഹർഷികൾ ഭഗവാനോട് ചെന്ന് ചോദിക്കുന്നു നിത്യമായ പരബ്രഹ്മം എന്താകുന്നു എന്ന്. അദ്ദേഹം പറയുന്നു മൗനവിദ്യയാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാതെ കണ്ട് ആ നിരന്തരമായ ഭഗവത് ചൈതന്യത്തിൽ തന്നെ ലയിച്ചിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ഭഗവത് ആരാധന. പക്ഷേ അതിൽ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് കാണില്ല. അപ്പോൾ വരുംകാലത്തിൽ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ മനസ്സിലാക്കാനോ ചില മാർഗനിർദ്ദേശങ്ങൾ വ്യതിയാനം വന്നു. അതിൽ ഇപ്പോൾ നമ്മളുടെ ഓരോ രാജ്യത്തിലും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലോ ബുക്ക് ഉണ്ടല്ലോ.
അതിലെപ്പോഴും അമെൻമെൻറ്റ് വർദ്ധിക്കൊണ്ടേയിരിക്കും സന്ദർഭങ്ങൾക്ക് തന്ന മാതിരി. അതുമാതിരി വേദം എന്ന് പറയപ്പെടുന്ന ജ്ഞാനമാർഗത്തെ മാത്രം എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതിൽ കുറച്ച് കർമ്മമാർഗം, ഉപാസനാമാർഗം, ഭക്തിമാർഗം എന്നുള്ളവയെല്ലാം എഴുതി ചേർത്ത് ഇതിലൂടെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് നാം കാണുന്നതെല്ലാം പ്രാകൃതമായിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഓരോ പൂജാ സമ്പ്രദായങ്ങളും ഓരോരുത്തരും ചെയ്തു വരുന്നത്. ഇതിലൂടെയെല്ലാം നാം നമ്മുടെ യാഥാർത്ഥ്യത്തെ മറന്ന് ജീവിക്കുകയാണ്. സത്യം നമ്മുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമായി പോയതുപോലെ. പൂജ ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പൂജ ചെയ്യണം. പക്ഷേ എല്ലാ പൂജയിലും വെച്ച് ഏറ്റവും വലിയ പൂജയാണ് മൗനമായിരുന്ന് ധ്യാനിക്കുന്ന പൂജ. അങ്ങനെ സമയമതാചാരം അനുഷ്ഠിക്കുന്ന ആദിശങ്കര ഭഗവത്പാദർ ശക്തിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ടത് ആനന്ദഭൈരവനായ പരമശിവൻ സൂര്യചന്ദ്രനെ പോലുള്ള 2 നക്ഷത്രഗ്രഹങ്ങളെ സ്തനമായി തൻ്റെ വക്ഷസ്ഥലത്ത് വെച്ചുകൊണ്ട് ശോഭിക്കുന്നതായിട്ട് കാണുന്നു. അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തിയും ശിവനും ലയമായതോടുകൂടി ശക്തിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ സാധകന്. കാരണം ശക്തി എന്ന് പറയുന്ന ശരീരത്തിൽ മനസ്സിലൂടെയാണ് നാം ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അവിടെ ബാക്കി വരുന്നത് ഈ ശരീരത്തിലെ ഈ മാനസികമായി ചെയ്യപ്പെടുന്ന യോഗം മാത്രമാകുന്നു. അവിടെ ശക്തി മാത്രമാണ് അവസാനിക്കുന്നത് എന്നുള്ള പരമസത്യത്തെ നാം ഉണരുന്നു. ഈ പറഞ്ഞു വന്ന നവവ്യൂഹം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കാലവ്യൂഹത്തിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, അണ്ഡചരാചരത്തിലുള്ള എല്ലാ സെലിസ്റ്റൽ ബോഡീസ്, അവ ജ്വലിക്കുന്നവയും ജ്വലിക്കാത്തവയും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. 2ാമത് കുലവ്യൂഹം. 3ാമത് നാമവ്യൂഹം. കുലം എന്ന് വെച്ചാൽ എല്ലാവിധമായ കുലം, അതായത് ദേവകുലം, മനുഷ്യകുലം, രാക്ഷസകുലം, അസുരകുലം, പ്രാണികളുടെ കുലം, അങ്ങനെ എല്ലാവിധമായ കുലങ്ങളുടെയും ഒരു വ്യൂഹം. 3ാമത്തെ വ്യൂഹം നാമവ്യൂഹം. പലവിധമായ നാമങ്ങളുണ്ടല്ലോ, എല്ലാ ഭഗവാന്മാരുടെയും നാമങ്ങൾ, മന്ത്രങ്ങളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. 7 കോടി മഹാമന്ത്രങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം നാമവ്യൂഹമാകുന്നു. പിന്നെയുള്ളത് ജ്ഞാനവ്യൂഹം, 4ാമത്തേത്. പലവിധമായ ജ്ഞാനങ്ങളുണ്ട്. ദൈവജ്ഞാനമാകുന്നു ഏറ്റവും വലിയ ജ്ഞാനം. അങ്ങനെ ജ്ഞാനവ്യൂഹം. പിന്നീട് ചിത്തവ്യൂഹം, അതായത് മനസ്സ്, ബുദ്ധി, ചിത്തം എന്ന് പറയപ്പെടുന്ന അന്ധകരണങ്ങൾ. 4എണ്ണമാണ് അന്ധകരണങ്ങൾ: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൽ അഹങ്കാരം, ചിത്തം, ബുദ്ധി, മഹത്ത് എന്ന് പറയപ്പെടുന്ന മനസ്സ്, ഇവ ചേർന്നതാകുന്നു ചിത്തവ്യൂഹം എന്ന് പറയപ്പെടുന്നത്. 6ാമത്തേത് നാദവ്യൂഹം. നാദവ്യൂഹം എന്ന് പറയപ്പെടുമ്പോൾ സൗണ്ട്. എന്താ സൗണ്ട്? പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് പറയപ്പെടുന്ന 4 ശബ്ദരൂപങ്ങൾ. പല ശബ്ദങ്ങളുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ 4 ശബ്ദങ്ങളാകുന്നു. പിന്നീട് 7ാമത് പറയുന്നത് ബിന്ദുവ്യൂഹം. മൂലാധാരം മുതൽ സഹസ്രാരപത്മം വരയ്ക്കുമുള്ള ബിന്ദുക്കൾ 51 അക്ഷരങ്ങളായിട്ടും ഓരോ ചക്രങ്ങളിലും ഒരു പ്രത്യേകതരം താമര ഇതളുകൾ പോലുള്ള ചക്രത്തിൻ്റെ വ്യൂഹശക്തിയെക്കുറിച്ച് പറയുന്നു. മൂലാധാരത്തിന് 4, സ്വാധിഷ്ഠാന ചക്രത്തിന് 6, മണിപൂര ചക്രത്തിന് 10, അനാഹത ചക്രത്തിന് 12, വിശുദ്ധി ചക്രത്തിന് 16, ആജ്ഞാചക്രത്തിന് 2, സഹസ്രാരപത്മത്തിന് 1000-ൽ കൂടുതലുള്ള ദളങ്ങൾ. ഇതെല്ലാം ഓരോ ബിന്ദുക്കളാണ്. ഇതെല്ലാം സെൻറ്റർ പോയിന്റ്സ്, അതായത് വെരി സെൻസിറ്റീവ് ആണ് അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ടാണ് ഇതിനെ ബിന്ദുവ്യൂഹം എന്ന് വ്യാഖ്യാനിക്കുന്നത്. പിന്നീടുള്ളത് കാലവ്യൂഹം. കാലവ്യൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവിധമായ കാലങ്ങൾ, പല യുഗങ്ങളും അതിനകത്ത് പെടും. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നുള്ള ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള എല്ലാവിധമായ കാലങ്ങളും, രാത്രി, പകൽ, സന്ധ്യ. 9ാമതായി പറയുന്നത് ജീവവ്യൂഹം, ജീവാത്മാക്കളുടെ എല്ലാം വ്യൂഹം. ഇങ്ങനെ നവവ്യൂഹങ്ങൾ. ഈ 9 വ്യൂഹങ്ങളും പരാശക്തിയുടെ ശരീര അവയവങ്ങളാകുന്നു. ഇങ്ങനെയുള്ള നവവ്യൂഹങ്ങളെയും 3 വിധത്തിൽ നാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്ന് ഭോക്തൃ, ഭോഗ്യ, ഭോഗരൂപേണ. 3 വിധമായി നാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അത് അനുഭവിക്കുന്ന ആള്, അനുഭവിക്കുന്ന തത്വം, അനുഭവിക്കുന്ന രീതി. ഇതാണ് ഭോക്തൃ, ഭോഗ്യ, ഭോഗം എന്ന് പറയപ്പെടുന്നത്. ആത്മവ്യൂഹം ഭോക്താവും, ജ്ഞാനവ്യൂഹം ഭോഗവും, ശേഷം 7 വ്യൂഹങ്ങളും ഭോഗ്യങ്ങളുമാകുന്നു. ഇങ്ങനെ ഭോക്തൃ,
ഭോഗരൂപമായി സർവ ആത്മാവായിട്ടാണ് ആനന്ദഭൈരവൻ സ്ഥിതി ചെയ്യുന്നത്, കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ആനന്ദഭൈരവനും ആനന്ദഭൈരവിയും പരാശക്തിയായ നീ തന്നെയാകുന്നു. അതുകൊണ്ട് ഭൈരവികൾക്ക് നവവിധ ഐക്യം തുല്യമായി തന്നെ ഇരിക്കുന്നു. ഇത് സാധാരണമാണ് എന്ന് പറയപ്പെടുന്നതും. ശംഭുവിൻ്റെ ശരീരമായിരിക്കുന്ന നിന്റെ ശരീരം, പരാശക്തിയായിരിക്കുന്ന നിന്റെ ശരീരം ശംഭുവിനുമായി തീരുന്നു. ഇതിൽ ആർക്കാണ് പ്രാധാന്യം ഇല്ലാത്തത് എന്ന് പറയാനൊക്കില്ല. രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട്. ഇതിൽ ഒരുവരും അപ്രധാനമായിട്ടുള്ളില്ല. ശക്തിയാണോ വലുത്, ശിവനാണോ വലുത് ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തരം മുട്ടും. ശക്തിയും വലുത് തന്നെയാണ്, ശിവനും വലുത് തന്നെ ആവുന്നു. ശിവാരാധനയിൽ ശൈവന്മാർക്ക് ശിവൻ ആണ് എല്ലാം എന്ന് പറയും, ശക്തി ആരാധനയിൽ ശക്തിയാണ് എല്ലാം എന്ന് പറയപ്പെടും. അത്രയുള്ള വ്യത്യാസം. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലുള്ള മുറിച്ചെടുക്കാൻ പറ്റാത്ത അപരിച്ഛേദ്യമായിരിക്കുന്ന ഏകത്വമാകുന്നു ഇവർ രണ്ടുപേരും. ശരീരമാണോ ആത്മാവ്, ആത്മാവാണോ ശരീരം എന്നുള്ളത് നമ്മൾ ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ശരീരമുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ മനസ്സിലാക്കാൻ സാധ്യമാകുള്ളൂ. ആത്മാവിന് ജീവിക്കണമെങ്കിൽ ശരീരം ആവശ്യമാണ്. അതല്ലെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ചുറ്റിക്കറിയിക്കൊണ്ടിരിക്കും, ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരീരമാണോ വലുത്, ആത്മാവാണോ വലുത്? ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കും പറയാൻ സാധ്യമല്ല. ശരീരത്തിലൂടെ മാത്രമേ ആത്മാവിനെ നമുക്ക് പ്രത്യക്ഷമാക്കാനും അല്ലെങ്കിൽ അനുഭവിക്കാനും സാധ്യമാവുകയുള്ളൂ. പിന്നീട് ആ ശരീരം ത്യാഗം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഈ ആത്മാവ് തന്നെയാണെന്ന് പറഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോൾ ശരീരം ആത്മാവിൽ ലയമായി തീരുന്നു. അങ്ങനെ ശരീരം ഡിസ്പോസ് ആയി തീരുന്നു. ശരീരം ഡീമെറ്റീരിയലൈസ് ആകും. പണ്ടത്തെ കാലത്തിൽ അങ്ങനെയാണ്. മഹാത്മാക്കളുടെ ശരീരം ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ഈ ശരീരത്തെ ഉണ്ടാക്കപ്പെട്ടുവോ അതുപോലെ തന്നെ ശിഥിലമായി ചിന്ന ഭിന്നമായി അങ്ങനെ ഡീമെറ്റീരിയലൈസ് ആയി പോകും. അപ്രത്യക്ഷം സിനിമകളിലെല്ലാം കാണാൻ പറ്റും. ഭഗവാൻ വരുന്നതും പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. അതുപോലെ തൻ്റെ ശരീരത്തെ ഈ പ്രകൃതിയിലേക്ക് തന്നെ അവർ വലിച്ചെറിയും. പിന്നീട് ഇനിയൊരു യുഗത്തിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ അതേ ശരീരത്തെ അവർ മെറ്റീരിയലൈസ് ചെയ്ത് പുറത്തു വരികയും ചെയ്യും. ഇതാണ് മെറ്റീരിയലൈസേഷൻ, ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയപ്പെടുന്ന തത്വം. ഇതെല്ലാം സിദ്ധിവശമാണെങ്കിൽ പോലും ഉത്തമമായ ഒരു ജ്ഞാനിക്ക് ഇതെല്ലാം വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്നവർ സാധ്യമാകും. അതുകൊണ്ടാണ് ശക്തിയാണോ പ്രധാനം, ശിവനാണോ പ്രധാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരും പ്രധാനം തന്നെയാകുന്നു. അതിൽ ആരും അപ്രധാനമായിരിക്കുന്നവരില്ല. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ശിവശക്തി യോഗത്തിലുള്ള ശേഷൻ ശേഷി സംഹൃത ശേഷപാഷണ്ഡ സദാചാര പ്രവർത്തികായേ നമഃ. ശേഷൻ ശേഷി എന്ന് പറയപ്പെടുമ്പോൾ ശേഷനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം, ശേഷിയെക്കുറിച്ച് മനസ്സിലാക്കണം. ശേഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യസിദ്ധി നടത്തുന്ന ശക്തി. ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യസിദ്ധി എന്താണോ അതാണ്. അതുകൊണ്ട് ശക്തിഹീനനായിരിക്കുന്ന ശിവന് കർമ്മഫലം ദാനം ചെയ്യുവാനുള്ള സാമർഥ്യമില്ലാതായിത്തീരുന്നു. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണ്യേ നമഃ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശക്തിയുടെ അംശം ചേരാതെ ഇരുന്നാൽ ശിവൻ പ്രേതനായിത്തീരുന്നു, ഒന്നും ചെയ്യാൻ സാധ്യമില്ലാതായിത്തീരുന്നു. അതുകൊണ്ടാണ് ശക്തിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ശക്തിയുടെ ആവശ്യകത ഇത്രയധികം വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം, ശ്രീചക്രമധ്യത്തിൽ ബിന്ദു കാമേശ്വര സ്വരൂപമാണെങ്കിലും രഹസ്യമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ആ കാമേശ്വരാംഗത്തിൽ പരാശക്തിയായ ശ്രീദേവിയാണ് ആവാഹിച്ച് പൂജിക്കുന്നത്. ശ്രീചക്രം ആക്ച്വലി ബിലോങ്സ് ടു കാമേശ്വരൻ, സദാശിവൻ്റെ ആകുന്നു ശ്രീചക്രം. പക്ഷേ ശ്രീചക്രത്തിലെ പൂജകളെല്ലാം നടക്കുന്ന ആർക്കാണ്? ശക്തിക്കാവും പൂജ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ ശിവനാണെങ്കിൽ പോലും ആ സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആവാഹിച്ചിരുത്തുന്ന ടെനന്റ് അല്ലെങ്കിൽ ആവാഹിച്ചിരുത്തുന്ന ആ മഹാശക്തിയേക്കാണ് എല്ലാ പൂജയും ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇതിലെ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരമസത്യം. അപ്പോൾ നാം നമ്മളുടെ ആത്മാവ് ശരീരം എന്ന് പറയുന്നത് പോലെ ശേഷം എന്ന് പറയപ്പെടുന്നത് ബാക്കി വന്ന തത്വം. ഈ എല്ലാ ശരീരങ്ങളുടെയും അന്ത്യത്തിൽ ശരീരം കാര്യമാണ്. ശരീരം ഉണ്ടാവാനുള്ള മഹത്തത്വമാകുന്നു കാരണം. പരാശക്തി എന്ന് പറയപ്പെടുന്ന മഹത്തത്വം കാര്യാകാരണ നിർമുക്ത കാമകേളി തരംഗിതായി നമഃ, കാര്യത്തിൽ നിന്നും കാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു മഹാശക്തിയാകുന്നു. എങ്കിൽ പോലും സർവ്വകാരണങ്ങൾക്കും കാരണം ഈ പരാശക്തി എന്ന് പറയപ്പെടുന്ന മൂലപ്രകൃതി എന്ന് പറയപ്പെടുന്ന ആനന്ദഭൈരവി ഈ മഹാശക്തി തന്നെയാകുന്നു. അതുകൊണ്ട് ശേഷം എന്ന് പറയപ്പെടുന്നു. ശേഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശേഷത്തിൻ്റെ പ്രതിഫലനം ആരിലുണ്ടായോ അവരാണ് ശേഷി. അപ്പോൾ ശേഷി ശക്തിയാണെങ്കിൽ ശേഷം എന്ന് പറയപ്പെടുന്ന ശിവൻ.
ഇനി അഥവാ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശേഷം ശക്തിയാണെങ്കിൽ ശേഷി ശിവനാകുന്നു. ഇത് ഒന്നിനെ തന്നെ രണ്ടായി വിഭജിച്ച് ആ രണ്ടുപേരിൽ നിന്നും പലതായി മാറ്റുന്ന ഒരു പ്രക്രിയ. അല്ലെങ്കിൽ ശക്തി കാമകേളി തരംഗിതായി നമഃ, ശക്തി തന്നെ വിഭജിച്ച് ശിവനായും ശക്തിയായും തീരുകയും, അല്ലെങ്കിൽ ശിവൻ തന്നെ വിഭജിച്ച് ശക്തിയായും ശിവനായും തീരുകയും, അവർ തന്നെ ഈ പ്രകൃതിയെ ഉണ്ടാക്കി, അവർ തന്നെ മക്കളായ ജീവ സമൂഹങ്ങളെല്ലാം ഉണ്ടാക്കി. 84 ലക്ഷം ജീവരാശികളാണുള്ളത്. ഇവരെല്ലാം ഉണ്ടാക്കി ഓരോരുത്തർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നിയമപരമായിരിക്കുന്ന അവരുടെ ഡ്യൂട്ടി, എന്ത് കർമ്മം ചെയ്യണം എന്നുള്ളത്. നായ്ക്ക് അതിൻ്റെ ഡ്യൂട്ടി, പൂച്ചയ്ക്ക് അതിൻ്റെ ഡ്യൂട്ടി, മനുഷ്യന് അവൻ്റെ ഡ്യൂട്ടി. ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരവരുടെ കർത്തവ്യത്തെ വിഭജിച്ചു കൊടുത്ത് അതിൽ അവരെങ്ങനെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ തരണം ചെയ്തു വരുന്നു എന്നുള്ളതിനെല്ലാം നോക്കിയിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാകുന്നു ഈ ശിവശക്തി എന്ന് പറയപ്പെടുന്ന മഹത്തത്വം. അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലയാകുന്നു ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാവിധമായ പ്രക്രിയകളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസും എന്ന് പറയാനുള്ള കാരണമായി തീരുന്നത്. അങ്ങനെ എല്ലാവിധമായ ഉപാസനകളെയും ഉപാസ്യത്തെയും ജ്ഞാനജ്ഞേയം എന്ന് പറയുന്ന ത്രിപുടി പോലെ തന്നെ ഭോക്തൃഭോഗ്യ ഭോഗമായിരിക്കുന്ന തത്വങ്ങളെയെല്ലാം നാം മനസ്സിലാക്കുന്നത് നമ്മളുടെ സാധനയുടെ ശക്തി മൂലമാകുന്നു. അല്ലെങ്കിൽ നല്ല വിധത്തിൽ ആരാധന ചെയ്യുമ്പോഴാണ് ഈ സാധനാഫലമായി തീരുന്നത്. ആ സാധനാഫലം വേറെ ഒന്നുമല്ല, ശക്തി തന്നെയാകുന്നു ശിവം, ശിവൻ തന്നെയാകുന്നു ശക്തി എന്നുള്ള ഒരു കൺവിക്ഷൻ, അതിന് റിയലൈസേഷൻ, സാക്ഷാത്കാരം എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്നു. അതാണ് ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ മനസ്സിലാക്കിയ മഹത്തത്വം. ശരീരം ത്വം ശംഭോഹോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി തവാത്മാനമനഘം അധഃ ശേഷഃ ശേഷീത്യയമുഭയ സാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസ പരാനന്ദപരയോഃ. സർവം ജഗദമ്പാർപ്പണമസ്തു. ഹരി ഓം.